നമസ്തേ. പ്രകാശൻ കുന്തോണി. എന്തായി, മുഖ്യമന്ത്രിനെ കണ്ടുകിട്ടിയ അതോ തെരച്ചിൽ തുടരുന്നുകൊണ്ടിരിക്കുകയാണോ? ആയിക്കോട്ടെ, നമ്മൾ പ്രബുദ്ധരല്ലേ, തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ഞാൻ പറയണതിൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ അത് തള്ളിക്കളയുക. അങ്ങനെ കണ്ടാൽ മതി. കാരണം എനിക്ക് ഒരുപാട് വിഷമതകൾ മനസ്സിൽ തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത്. കാരണം നമ്മൾ രാഷ്ട്രീയക്കാർ പറയണത് നമ്മൾ പ്രബുദ്ധരാണെന്നാണ്. അതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാനല്ല. കാരണം എന്നെ ഭരിക്കുന്ന ആൾക്കാർ കേരളത്തിലെ കാര്യം, ഞാൻ എൻ്റെ സംസ്ഥാനം നന്നാകണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ്. രാജ്യം അതൊക്കെ അവർ നോക്കിക്കൊള്ളുന്നു. കാര്യമായിട്ട് അവർ മറ്റുള്ള രാജ്യങ്ങളും മറ്റുള്ളതൊക്കെ ആയിട്ട് അവർ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു. ആദ്യം വീട് നന്നാക്കുക, നാട് നന്നാക്കുക, എന്നിട്ട് രാജ്യം നന്നാക്കുക എന്നാണല്ലോ. അപ്പോൾ രാജ്യസ്നേഹം അതെൻ്റെ മനസ്സിലുണ്ട് എന്നും. അത് ഉറപ്പായും അത് നല്ല കരങ്ങളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിന് എല്ലാം എൻ്റെ നാട്ടിൽ 2 പാർട്ടികളേ ഉള്ളൂ. അത് മാറി മാറി അവർ തന്നെയാണ് ഭരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, ബിസിനസ്സുകാർ, ഇങ്ങനെയുള്ളവർക്ക് ഭാവി ജീവിതത്തിൽ ഗുണമുള്ളൂ. അവർ 10 തലമുറയ്ക്കുള്ളത് അവരിലുണ്ട്. പക്ഷെ സാധാരണ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയക്കാർ നിങ്ങളെ നോക്കി പ്രബുദ്ധരെ എന്ന് വിളിക്കുമ്പോഴേക്കും നിങ്ങൾ അങ്ങനെ വലിയ പ്രബുദ്ധരായി. അവർ തരുന്ന കിറ്റിനോ ഇല്ലെങ്കിൽ ഒരു 100 രൂപ, വർഷത്തിലൊരു 100 രൂപ 200 രൂപ ക്ഷേമനിധി പെൻഷൻ കുറച്ച് കൂടുതൽ തന്നു കഴിഞ്ഞാൽ അവരാണ് ലോകത്തിലെ ഏറ്റവും കൺകണ്ട ദൈവം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ രാഷ്ട്രീയ അടിമകളായി മാറിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അവർ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കണം. അത് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. ഞാൻ പറയുന്നത് വരും തലമുറയെ എങ്ങനെ നന്നാക്കാം, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളിവിടെ എന്ത് സമ്പാദിച്ച് വെക്കണു എന്നതാണ് എൻ്റെ ചോദ്യം. രാഷ്ട്രീയക്കാർ എപ്പോഴും പുറകോട്ടാണ് സംസാരിക്കുക. അത് അവരന്ന് ചെയ്തില്ലേ, അവരിന്ന് ചെയ്തില്ലേ. ഞാൻ പറയുന്നത് മുമ്പോട്ടേക്കുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അല്ലാതെ എന്നെ തിരുത്താൻ വരില്ല വേണ്ടത്. രാഷ്ട്രീയ അടിമകൾ എന്നെ തിരുത്താൻ വരട്ടെ, കുഴപ്പമില്ല. കാരണം അവർ രാഷ്ട്രീയ അടിമകളായി ജനിച്ച് അടിമകളായി അവരിൽ നിന്ന് പിച്ച വാങ്ങി നക്കി സത്യം പറയണവനെ തല്ലാനും കൊല്ലാനും വെട്ടാനും തുനിഞ്ഞിറങ്ങുന്നവരാണല്ലോ. അത് വന്നോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ പഴയ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അച്ഛന്മാരും മുത്തച്ഛന്മാരും ഇഷ്ടം പോലെ സ്വത്തുക്കൾ സമ്പാദിച്ചു വെച്ച് അത് നമ്മുടെ കാലം വന്നപ്പോൾ നമ്മൾ പങ്കിട്ടെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നു. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുത്തശ്ശന്മാർ സമ്പാദിച്ചു വെച്ച മുതലിൽ നിന്ന് നമ്മളത് നിലനിർത്തി. നിലനിർത്തിയതിന് ഞാൻ അഭിനന്ദിക്കുന്നു. അത് നിലനിർത്തി അതിൽ നിന്ന് നമ്മൾക്ക് മക്കളുണ്ടായി. അത് നമ്മൾ അവരെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരാക്കി മാറ്റി മുമ്പോട്ട് പോകുന്നു. എന്തുകൊണ്ട്? നമ്മുടെ മുത്തച്ഛന്മാർ സമ്പാദിച്ച് വെച്ചത് കൊണ്ട്. അവർക്ക് 3-4 മക്കളുണ്ടായിരുന്നപ്പോൾ പാർട്ടിഷൻ. ഇന്നത്തെ അവസ്ഥ അതാണോ എന്നതാണ് എൻ്റെ ചോദ്യം. ഇന്നത്തെ അവസ്ഥ അതാണോ? ഇന്ന് ഒരാൾ വീട് വെക്കുന്നത് 3 സെന്റിലും 4 സെന്റിലുമാണ്. അവർക്ക് 3 മക്കളും 4 മക്കളും ഉണ്ടാവാറുണ്ട്. അല്ലേ? ഇവര് എവിടെ കൊണ്ട് ഇനി വരും തലമുറകൾ മുത്തച്ഛന്മാരുടെ സ്വത്ത് എന്ന് പറയാൻ അവിടെ എന്താ ഉള്ളത്? സാധാരണക്കാരുടെ ഈ 3 സെന്റ് ഭാഗം പങ്കിയാൽ അവർക്ക് എന്ത് കിട്ടും? അപ്പൊ അവർക്ക് കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് വേണ്ട ജീവിക്കാൻ എന്നാണ് ചിന്തിക്കേണ്ടത് മലയാളി. നമ്മൾ ഇതുവരെ ജീവിച്ചത് നമ്മുടെ മുത്തശ്ശന്മാരും നമ്മുടെ അച്ഛന്മാരും സമ്പാദിച്ചു വെച്ച പൈസ പങ്കിട്ടപ്പോൾ നമുക്ക് നല്ലൊരു ഓഹരി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ജനറേഷൻ വീട് വെക്കുന്നത് 3 സെന്റിലും 4 സെന്റിലുമാണ്. സ്വത്തുക്കളില്ല, കൃഷികളില്ല, എല്ലാം സ്തംഭിച്ചു പോയി. നമ്മളെ മാറി മാറി ഭരിച്ച ഭരണാധികാരികളുടെ കഴിവ് കൊണ്ട് അതല്ല നമ്മൾ പ്രബുദ്ധരെ വിശ്വസിക്കുന്നത്, അല്ലേ? അപ്പോ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളിവിടെ എന്ത് സമ്പാദിച്ച് വെക്കുന്നു? ഇന്ന് എനിക്ക് 100-200 ക്ഷേമ പെൻഷനോ ഇല്ലെങ്കിൽ ഓണത്തിന് ഒരു 1/2 കിലോ പഞ്ചസാരയോ 1 കിലോ അരിയോ കിട്ടുന്നതല്ല വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്നത്. മനസ്സിലായില്ലേ? ഇവരെ നമ്മൾ ജയിപ്പിച്ചു വിടുന്നു. ഇവർ അടുത്ത 5 വർഷം വരയ്ക്കും തമ്മിൽ തല്ലുന്നു. നമ്മൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്ക് വേണ്ടി വെട്ടാനും കുത്താനും ചാകാനും നടക്കുന്നു. ഇതാണ് പ്രബുദ്ധ മലയാളികൾ ചെയ്യുന്നത്. ഇതാണോ ചെയ്യേണ്ടത്?
ഒരുത്തിന് വീട് വെക്കണം പറഞ്ഞാൽ 4 ലക്ഷം കൊടുക്കുന്നു. അവരൊരു ബസ് സ്റ്റാൻഡ് കെട്ടണമെങ്കിൽ 20 ലക്ഷം കൊടുത്ത് ചെയ്യുന്നു. അവരുടെ മക്കൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഡെവലപ്മെന്റ് ആണത്? നമ്മളെ ചൂഷണം ചെയ്ത് നമ്മളെ കൊള്ളയടിച്ച് അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ചെറിയൊരു ജോലി വിദേശത്തോ അമേരിക്കയിലോ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് ഇവിടെ അഴിമതി നടത്തുന്ന പൈസ മുഴുവൻ അവരുടെ അക്കൗണ്ടിൽ കൂടി വെളുപ്പിച്ച് അവർ സുരക്ഷിതരാണ്. അവർക്ക് ഭാവി തലമുറ അവർക്ക് ഒരു ശല്യമില്ലാതെ പോകും. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ പോകില്ല. അത് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ അച്ഛനും മുത്തച്ഛന്മാരും സമ്പാദിച്ചു വെച്ചത് ഇനി നിങ്ങൾ സമ്പാദിക്കാൻ നിങ്ങൾക്ക് കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും 3 സെന്റിലും 4 സെന്റിലും വീട് വെക്കുന്ന ആൾക്കാരാണ്. അത് ഭാഗിച്ചാൽ ഒരു വൃത്തിയുള്ള ഒരു കക്കൂസ് പണി ചെയ്യാൻ സാധിക്കില്ല. അത് ഓർത്തോളണം എല്ലാ മലയാളികളും. ഈ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ കൊടിയും പിടിച്ചു പോകുന്നവരും അത് ഓർത്തോളണം. മനസ്സിലായോ? ജനങ്ങളെ ഒന്നിച്ച് രാഷ്ട്രീയക്കാരെ ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കണം. അതായിരിക്കണം പ്രബുദ്ധർ ചെയ്യേണ്ടത്. ഇവിടെ പ്രബുദ്ധർ എന്താ ചെയ്യുന്നത്? നീ അങ്ങനെയൊന്നും ചൊല്ലാതെ അങ്ങനെ തന്നെ പറയണം. അങ്ങനെ തന്നെ ഞാൻ പറയും. മനസ്സിലായ? അപ്പോ കുറച്ചൊക്കെ ചിന്തിക്കുക. ഇപ്പോ ഒരു മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞു ഇവര് രാഷ്ട്രീയക്കാര്, ഞങ്ങൾക്ക് ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞങ്ങളത് മാറില്ല. ജയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി തമ്മിത്തല്ല. അതുവരെ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇപ്പൊ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആകുമല്ലോ, ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു 5 കൊല്ലത്തേക്ക് 5 മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത് വെക്കുക. വർഷം ഓരോ മുഖ്യമന്ത്രി. നിങ്ങൾക്ക് എന്തത്ര കഷ്ടപ്പാട്? ഈ 2 പാർട്ടികളല്ലേ മാറി മാറി ഭരിക്കുന്നുള്ളൂ. നിങ്ങൾ സീനിയോറിറ്റി പ്രകാരം വരും. ഞങ്ങൾ പ്രബുദ്ധർ നിങ്ങളെ അല്ലാതെ വേറെ ഒരാൾ ഞങ്ങൾ ചൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പല്ലേ നിങ്ങൾ നല്ലത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ മലയാളികൾ നിങ്ങൾ 2 പേരല്ലാതെ വേറെ തരുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അടുത്ത 5 വർഷം ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അപ്പുറത്തെ പാർട്ടി മുഖ്യമന്ത്രിനെ ഫസ്റ്റ് തെരഞ്ഞെടുത്ത് വെക്കുമോ? ഇല്ലെങ്കിലോ? നമ്മൾ പ്രബുദ്ധരാണല്ലോ. നമുക്ക് പുതിയ സിസ്റ്റം കൊണ്ടുവരാം. ഓരോ മാസവും നിങ്ങളുടെ പാർട്ടിയിൽ എത്ര അംഗങ്ങളുണ്ടോ ഓരോ മാസം, അല്ലെങ്കിൽ 3 മാസമായിട്ടോ, അല്ലെങ്കിൽ 5 മാസമായിട്ടോ, അല്ലെങ്കിൽ 1 വർഷമായിട്ടോ എങ്ങനെയാ മുഖ്യമന്ത്രി മാറ്റിക്കൊള്ളു? ഞങ്ങൾ എല്ലാത്തിനും ജയ് വിളിച്ച് നിങ്ങളുടെ പിന്നാലെ പറഞ്ഞ് പിന്നാലെ വരാം. ഓക്കെ? കഷ്ടം, ലജ്ജ, അല്പം ഉളുപ്പ്. MP-മാരായ ഒരുത്തനും മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇപ്പോ MP ആയിരിക്കുന്നവൻ മുഖ്യമന്ത്രിയാകണമെന്ന്. ജനങ്ങളോടുള്ള പ്രബുദ്ധത കള. പക്ഷെ ഇതൊന്നും മലയാളികൾക്ക് വിഷയമല്ല. ഞങ്ങൾ നിങ്ങളുടെ അടിമകളാണല്ലോ. നിങ്ങളാണ് ഞങ്ങളുടെ രാജാക്കന്മാർ. എന്തെങ്കിലും തന്നാൽ മതി, ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കും. ഞങ്ങൾ വീണ്ടും തെളിയിക്കുന്നുണ്ടല്ലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവിടെ മുതൽ ഇവിടം വരെയും കേരളത്തിൽ ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ പേരാണ് പ്രബുദ്ധർ. ഓക്കെ? നമ്പർ 1.